സമീറ നസീർ ഞങ്ങളധികം പരിചിതരല്ല. ഈ ഒരു മുഖം ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. പക്ഷേ രാപ്പകലിലെ യാത്രക്കാർ എന്ന് പറയുന്ന ഈ പുസ്തകം കയ്യിലെത്തിയിട്ട് കുറച്ച് സമയമായി. ഇതിന്റെ മുഖചിത്രം തന്നെ ഒരു സൈക്കിളാണ്. അതൊരു പെൺ സൈക്കിളാണ്. ഒരു കുട്ടയുണ്ട്. ആ കുട്ട നിറയെ അവരുടെ സ്വപ്നങ്ങളാണ്. സമീറ ഏറ്റവും കൂടുതൽ ഇതിൽ പ്രയോജനമാക്കുക എന്ന് പറയുന്നത് സ്വപ്നാണ്. അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്, അതേസമയം ഒരുപാട് പ്രതിഷേധങ്ങളുണ്ട്. കശ്മീരിനെ കുറിച്ചും പാലസ്തീനെ കുറിച്ചും സമകാലിക വിഷയങ്ങളെ കുറിച്ചുമെല്ലാം അവൾ നിരന്തരം ചർച്ച ചെയ്യുന്നുണ്ട്. സമീറ 10 വർഷം കൊണ്ട് എഴുതി തീർത്ത 56 പേജുകളാണിത്. ഈ വർഷമാണ് അവസാനം എഴുതിയ കവിത പൂർത്തീകരിച്ചിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ സൈക്കിൾ ഒരു സ്റ്റാൻഡ് ഇട്ട് നിർത്തിയിരിക്കുകയാണ്. അവളൊരു യാത്ര തുടങ്ങാൻ പോവുകയാണ്. എപ്പോഴാണ് അവളുടെ ആ സ്റ്റാൻഡ് നീക്കി അവൾ ആ യാത്ര തുടരുന്നത് എപ്പോഴാണോ അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ 56 പേജിനുള്ളിൽ ഒരുക്കി എത്തിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ആകർഷകമായി എനിക്ക് തോന്നിയ ഒരു 4 വരിയുണ്ട്. മരുഭൂമിയെ കുറിച്ചാണ്. മരുഭൂമി കാറ്റിനൊത്ത് ഉടയാട മാറുന്ന വശ്യസുന്ദരി എന്നാണ് സമീറയിലെ മരുഭൂമിയെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. ആ മരുഭൂമി തന്നെ പ്രകൃതിയുണ്ട്, പ്രകൃതി പ്രതിഭാസങ്ങളുണ്ട്, പെണ്ണുണ്ട്, പെണ്ണിന്റെ ഉടലുണ്ട്, അവരുടെ സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. തീർച്ചയായിട്ടും സമീറയുടെ ആദ്യ പുസ്തകം വെറും ഒരു തുടക്കം മാത്രം. ഇനി വരും നാളുകളിൽ തീർച്ചയായിട്ടും മലയാളം ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും മികച്ച ഒരു എഴുത്തുകാരിയായി മാറാൻ സമീറയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതോടൊപ്പം ഈ ഷാർജ ഫെസ്റ്റിവലിലെ ആദ്യ അനുഭവമാണ് എന്ന് പറയുന്നത്. അപ്രതീക്ഷിതമായി പല സ്റ്റേജുകളിലും ഇവിടെ കയറാനുള്ള ഭാഗ്യം ഉണ്ടായി. അതിലെ ഏറ്റവും നന്ദി രേഖപ്പെടുത്താണ് വെള്ളിയോടന്റെ ബർസക്ക് മുതലുള്ള ഈ യാത്രയിൽ ഒരുപാട് പരിചിതമായ മുഖങ്ങൾ, പുഞ്ചിരിക്കുന്ന ഒപ്പം നിൽക്കുന്ന ഒരുപാട് മുഖങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സമയം അതിക്രമിക്കുന്നു എന്നറിയാം. എന്നിരുന്നാലും എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് നാളെ ഞാൻ രാവിലെ പുറപ്പെടുകയാണ്. ഇതിനു വേണ്ടി ഇവിടെ എത്തിയതാണ്. ഇനിയും ഷാർജ ഫെസ്റ്റിവലിൽ നിങ്ങൾ എല്ലാവരെയും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഷാർജ ഭരണാധികാരിക്കും മോഹൻ സാറിനും ഗീരേച്ചിയും ഒക്കെ ഹൃദയത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. നാളെ നാട്ടിലേക്ക് തിരികെ പോവുകയാണ്. തൃശൂർ നാട്ടിക എസ് എൻ ഗുരു കോളേജിലെ മലയാള വിഭാഗം അധ്യാപികയാണ്. 8ാം ഇന്ദ്രിയം, ചെകുത്താന്റെ പുസ്തകം തുടങ്ങിയ കൃതികളിലേക്ക് രചയിതാവ് നമ്മുടെ എഴുത്തുകാരി സമീറ നസീറിന്റെ അധ്യാപകൻ കൂടിയായ ശ്രീ മുഹമ്മദ് ഷമീമിനെ സ്നേഹപൂർവ്വം